മിനി മാഡത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഉഭയസമ്മത പ്രകാരം ബന്ധപ്പെടുന്നതിനെ പീഡനമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? പീഡനം എന്താണ്? വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് പീഡനം? അതായത് നിങ്ങൾ കാണുന്ന ഒരു ഉഭയസമ്മതം അല്ലാതെ, അതായത് ഇപ്പൊ നമ്മള് ഈ ഉഭയസമ്മതത്തിന് തന്നെ നമ്മൾക്കൊരു പ്രൊമിസ് തരികയാണ്, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, നമ്മൾ തമ്മിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് എന്നെ റേപ്പ് ചെയ്യാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറൊരാളെ റേപ്പ് ചെയ്യാന്ന് വിചാരിക്കും. ആ ഉഭയസമ്മതവും ഒരാള് സ്വമേധയാ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പോകുന്ന ഉഭയസമ്മതം തമ്മിൽ ഡിഫറൻ്റാണ്. ലീഗലി അത് ഡിഫറൻ്റാണ്. മനസ്സിലായ? അപ്പൊ നിങ്ങൾ ഈ സംസാരിക്കുന്നതെല്ലാം നിയമം പറയുന്ന കാര്യങ്ങൾ വെച്ചല്ല. നിയമത്തില് ഉഭയസമ്മതത്തിന് തന്നെ രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. മനസ്സിലായ? ഇപ്പോൾ അതാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്, വാഗ്ദാനം നൽകിയെന്നാണ്. അതിൽ ഹൈക്കോടതി ചോദിച്ചു, കല്യാണം കഴിച്ച ഒരാൾക്ക് എങ്ങനെ വാഗ്ദാനം ചെയ്ത് ഒരു ഇത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിലും ഒരു പ്രശ്നമുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് നമ്മൾ റിബട്ട് ചെയ്യണമെന്നല്ല. ഒരാൾ വിവാഹം തന്നെ കഴിച്ചെന്ന് വിചാരിക്കും, അയാളൊപ്പം താമസിക്കുന്നില്ല, എന്നിട്ട് വേറൊരാൾ പറയാണ്, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നീ ഇങ്ങോട്ട് പോരെ, എൻ്റെ ചില കാര്യങ്ങളുമായിട്ട് ചെയ്തോളാം. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവും. ആ ഇഷ്ടം ദുരുപയോഗം ചെയ്തും ആ പെൺകുട്ടീനെ ഉപയോഗിക്കുകയാണ്. അതിനുശേഷം പറയാണ്, എനിക്ക് നീ വേറെ വിവാഹം കഴിച്ചതല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് അങ്ങനെ പറയേണ്ട കാര്യം എന്താ? ഇവിടെ വേണ്ടത് എന്താ? ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ നീഡ്സിന്റെ ഭയങ്കര സ്കാർസിറ്റി ഉണ്ട്. അത് കുടുംബ ബന്ധങ്ങളിലുള്ള പല പ്രശ്നങ്ങളും വിലക്കുകളുണ്ട്. ഒരു മിനിറ്റ് സാർ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ലീഗൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ പോകാനുള്ള സെന്ററുകൾ വരിക എന്ന് പറയുന്നതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതില്ലാത്ത കപട സദാചാര ബോധം നമ്മൾ വലിയ കേരളീയരാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതാണ് ഇതിലൊരു പ്രശ്നം. അതിന് നിയമം വരണം. ഇപ്പൊ നമുക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്നാൽ ഇഷ്ടം പോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കാണാം. അത് നിയമപരമല്ല. ആ പാവങ്ങളെ കുറച്ച് കഴിയുമ്പോൾ പോലീസ് പിടിച്ചിട്ട് പോയി അവരെന്ന് കാശ് ഈടാക്കും. മനസ്സിലായ? ആ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ ലീഗലൈസ് ചെയ്യും. ആ വഴി ഈ പെൺകുട്ടികളും രക്ഷപ്പെടും. മനസ്സിലായി? ഇത്തരത്തിൽ വിവാഹം വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ സെക്ഷലായിട്ട് ഉപയോഗിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഫോർട്ട് കൊച്ചിയിൽ പോലീസുകാർ വന്നിട്ട് ഒരു 9 മണി രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ ഇരിക്കുന്ന ആളുകളെ ഓടിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ, സ്വാതന്ത്ര്യമല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ പോണ കുട്ടികളെയാണ് വഴിതെറ്റിച്ച് അവിടെ കൊണ്ടുപോയി ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിരുന്ന് ഇപ്പൊ കൊടയുടെ മറവിലോ ഒക്കെ ചെയ്ത് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിയമങ്ങളിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ ആ പരിമിതികൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നപരിഹാരം.